ഞാൻ ലിജേഷ് ജോസഫ്. ഞാൻ മേഴ്സി സജേഷ്. Fear not, for behold, I bring you good news of great joy that will be for all the people. New Year is a day to tune the rhythm called soul, with best chords called experience, and play the guitar called life. An anniversary is a time to celebrate the joys of today. ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. 2013 ജനുവരിയിൽ ഏഷ്യാനെറ്റ് യൂറോപ്പ് ചെയർമാൻ മിസ്റ്റർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്ത സോൾസ്ബറി മലയാളി അസോസിയേഷൻ, അതായത് SMA, 2 വർഷങ്ങൾ പിന്നിട്ട് ഇന്നിവിടെ എത്തി നിൽക്കുന്നു. അഭിമാനിക്കാൻ ഒരുപാട് നേട്ടങ്ങൾ കൂട്ടിനുണ്ട്. ഈ നേട്ടങ്ങളുടെ പിന്നിൽ ഓരോ അംഗത്തിൻ്റെയും അശ്രാന്ത പരിശ്രമമുണ്ട്. We thank God Almighty for giving us this opportunity to our third Christmas New Year celebration and second anniversary of SMA. Help and support of each and every one of you and the hard work of the members of SMA is really commendable. We take this opportunity to thank all of you. എളിമയുടെയും നന്മയുടെയും സന്ദേശവുമായി കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹവും പുത്തൻ പ്രതീക്ഷകളുമായി കടന്നെത്തിയ പുതുവത്സരത്തിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരെയും ഇന്നത്തെ ദിവസത്തെ പരിപാടികളിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ പരിപാടി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദയവ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീമതി മേരിക്കുട്ടി ജോസിനെയും ശ്രീ ജോബി ജോണിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന
SMA-യുടെ കഴിഞ്ഞ കാലത്തേക്ക് ഒരു എത്തിനോട്ടം. So, I'm inviting our loving secretary, an energetic person, Mr. K. Sebastian, to take this through our case SMA's activities for the past. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ. 2000-ന്റെ ആദ്യ പകുതിയിൽ കേരളത്തിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ജോലി തേടിയെത്തിയ മലയാളികൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ പാരമ്പര്യമുള്ള ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയപ്പോൾ നമ്മുടെ ജീവിത രീതി, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഭാഷ തുടങ്ങിയ മറ്റു കാര്യങ്ങളിലും നമ്മൾ വളരെയേറെ പുറകിലേക്ക് പോയി. ഒരു പറ്റം മലയാളി സമൂഹം സോൾസ്ബറിയിൽ കൂടിച്ചേരുകയും എല്ലാറ്റിനും ഊരിയായി അത്യാവശ്യങ്ങൾ വന്നാൽ ഓടിയെത്താൻ സഹായിക്കുന്ന ഒരു പറ്റം സമൂഹത്തെയും കണ്ടുപിടിക്കുകയും നല്ല അച്ചടക്കവും നിയമാവലികളോടും കൂടി സോൾസ്ബറി മലയാളി അസോസിയേഷൻ വളരെ പെട്ടെന്ന് രൂപം കൊള്ളുകയായിരുന്നു. വളരെ സ്നേഹപൂർവം ഞാൻ ഈ നിമിഷം സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ 2014 റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊള്ളട്ടെ. വളരെ പ്രശസ്തമായ ആൾക്കാരുടെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് ലിമിറ്റഡ് ഡയറക്ടർ മിസ്റ്റർ സദാനന്ദിൻ്റെ നേതൃത്വത്തിൽ ഭദ്രദീപം കൊളുത്തി നമ്മുടെ സോൾസ്ബറി മലയാളി അസോസിയേഷൻ മലയാളികൾക്ക് വേണ്ടിയും സോൾസ്ബറിയിലെ മറ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി നിയമപരമായി രൂപം കൊണ്ടു. അതിൻ്റെ 2ാമത്തെ ആനിവേഴ്സറി കൂടി നമ്മൾ ഈ നിമിഷം ആഘോഷിക്കുകയാണ്. The Right Worshipful the Mayor of the City of Salisbury, കൗൺസിലർ മിസ്സിസ് ജോ ബ്രൗണിൻ്റെ നേതൃത്വത്തിൽ 2014 ഓണാഘോഷം ഒരു വളരെ വർണ്ണശബളമായ സന്തോഷപൂർണമായ ഐശ്വര്യ സമൃദ്ധിയോടെ നിറഞ്ഞ ഒരു നല്ല ആഘോഷമായി മാറുകയായിരുന്നു. മറ്റ് അസോസിയേഷനിൽ നിന്നും കുറച്ച് മാറി ചിന്തിച്ച് വ്യത്യസ്തമായി നമ്മുടെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനും ആദരണീയമായ നമ്മുടെ പാട്രൺ മിസ്റ്റർ ജോസ് കെ ആന്റണി ചിന്തിച്ച് രൂപകൽപ്പന ചെയ്ത എക്സലൻസ് ഓഫ് അവാർഡ് സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് മാത്രം അർഹതപ്പെട്ട എക്സലൻസ് ഓഫ് അവാർഡ് ആ ഓണനാളുകളിൽ നേടിയത് മറ്റാരുമല്ല, മിസ്സിസ് സിജു സ്റ്റാലിനാണ്. അത് നമ്മൾ ബാക്കി അസോസിയേഷൻ ഒരു മാതൃകയാകുകയും നമുക്ക് പ്രവർത്തിക്കാനുള്ള കൂടുതൽ പ്രചോദനം നൽകുകയും നമ്മുടെ SMA സോൾസ്ബറി മലയാളി അസോസിയേഷനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയും അത് ചെയ്തിട്ടുണ്ട്. സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്ത്രീജനങ്ങളും കൊച്ചുകുട്ടികളും. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കുടുംബം അതാണല്ലോ എല്ലാത്തിൻ്റെയും ബേസ്. എല്ലാവരും കൊച്ചുകുട്ടികളും സ്ത്രീകളും മുന്നോട്ട് വരുന്ന ഈ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ കാണുക, രസിക്കുക. യുഗ്മയ്ക്ക് നമ്മൾ നൽകിയിരിക്കുന്ന സ്ഥാനം, നമ്മൾ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. റീജിയണൽ കലോത്സവത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ.
കുറച്ച് അംഗങ്ങൾ, കുറച്ച് ഫാമിലി മാത്രമുള്ള ഈ സോൾസ്ബറി മലയാളി അസോസിയേഷൻ 100 അതിൽ കൂടുതലും കുടുംബങ്ങൾ അംഗങ്ങളായുള്ള അസോസിയേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്, വളരെ കൂടുതലാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കുമാരി കലാതിലകം മിന്ന ജോസിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെയും ഏവരുടെയും പേരിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പരസ്പര ബഹുമാനത്തോടെ പൊതുവായ വേദികളിൽ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പല പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നാലും നമ്മുടെ വീക്ഷണത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന രംഗമാണ് ടി വിയിൽ കാണുന്നത്. എല്ലാ മാസവും നമ്മൾ കാണാറുള്ള ജനറൽ മീറ്റിംഗ്, ചെറിയൊരു മീറ്റിംഗ് മാത്രമല്ല, ശരിക്കും ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഏത് കുട്ടികൾക്കും, കൊച്ചുകുട്ടികൾക്കും വരെ അഭിപ്രായം പറയാവുന്ന ഒരു വേദി, അത് വാശിയേറിയ വീറുള്ള ഒരു ഡിസ്കഷനായിട്ട് മാറുമ്പോൾ SM പല തലങ്ങളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് വെസ്റ്റിന്റെ വാശിയേറിയ മത്സരം ഈ ഇടയ്ക്ക് നടക്കുകയുണ്ടായി. നമ്മുടെ റീജിയനാണ് സൗത്ത് വെസ്റ്റ്. അതിലെ ഒരു വെരി ഇന്റഗ്രൽ പാർട്ടാണ് നമ്മൾ സോൾസ്ബറി മലയാളി അസോസിയേഷൻ. അതിന്റെ പ്രസിഡന്റ് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നില്ല. ഒരു പുതിയ പ്രസിഡന്റ് സെലക്ട് ആകപ്പെടുകയും ചെയ്തു. ആ ടീമിനും യുക്മയുടെ സൗത്ത് വെസ്റ്റ് ടീമിനും അതിന്റെ പ്രസിഡന്റിനും സോൾസ്ബറി മലയാളി അസോസിയേഷന്റെ സർവ്വയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പുതിയൊരു നല്ല വർഷം 2015 ആശംസിച്ചുകൊണ്ടും പുതിയ പടികൾ SMA പുതിയ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് വലിയൊരു അസോസിയേഷനായിട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ന്യൂ ഇയർ ആനിവേഴ്സറി സെലിബ്രേഷന്റെ കോർഡിനേറ്റർ മിസ്സസ് ഷൈന ജോജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Welcome to Salisbury Malayali Association for our 3rd Christmas and New Year celebration and 2nd anniversary celebration. ദൈവപുത്രൻ്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് വരവായി. അതോടൊപ്പം പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷവും. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് സീസണിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും ആശംസിച്ചു കൊള്ളുന്നു. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും പിന്നിൽ ഒരു നേതൃത്വ ശക്തി കാണും. അതുപോലെ തന്നെ നമ്മുടെ സോൾസ്ബറി മലയാളി അസോസിയേഷൻ ശക്തമായ നേതൃനിരയാൽ ധന്യമാണ്. Our president, Mr. Suju Joseph, is an example of a strong leader. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2ാം തവണയും യുക്മ സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡൻ്റായി മിസ്റ്റർ സുജു ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. I welcome Mr. Suju Joseph, President of SMA, to this function and invite you onto the stage, please. യുക്മ എന്ന ജനകീയ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന സെൻസിനെ നമ്മുടെ ഉദ്ഘാടകയായി ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. ശ്രീമതി ബീന സെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ സ്ത്രീകൾക്കും കഴിവ് തെളിയിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീമതി ബീന സെൻസ്. പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പുതുവർഷത്തിൻ്റെ തണുത്ത പ്രഭാതത്തിൽ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഇന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനുമായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി ബീന സെൻസിനെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
യുക്മ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറും ഈയിടെ ബേസിംഗ് സ്റ്റോക്ക് മേയറുടെ വോളണ്ടിയർ അവാർഡിന് അർഹനുമായ ശ്രീ സജീഷ് ടോമിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയ മിസ്റ്റർ സജീഷ് ടോമിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. We have been so lucky that we had a number of opportunities at local event to exhibit the talents of our children. Mr. Edward Callahan, the manager of Bemerton Heath Center, has been very supportive to us in this matter. He was supposed to be with us today morning, but unfortunately, he has sent us message that he is not very well. He has sent his best wishes for our program. On behalf of SMA, I wish him a speedy recovery. നമ്മുടെ SMA-യുടെ ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും കാരണമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹവും പങ്കാളിത്തവും. നമ്മുടെ തുടക്കം മുതൽ ഓരോ പരിപാടികളിലും നമ്മളെ അനുഗ്രഹിക്കുവാൻ മാതാപിതാക്കളുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ ഈ പ്രാവശ്യവും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളോടൊപ്പം നമ്മുടെ ഈ പരിപാടികൾ വിജയിപ്പിക്കാനായി 2 പേർ ഇവിടെയുണ്ട്. രേഷ്മിയുടെയും ജോമിയുടെയും അച്ചാച്ചനെയും അമ്മച്ചിയെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ മിസ്റ്റർ ജോസ് പി സി ആൻഡ് മിസ്സിസ് മേരിക്കുട്ടി ജോസ് എന്നിവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജോസ് കെ ആൻ്റണിയെ പോലെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെ നമ്മുടെ SMA-യുടെ രക്ഷാധികാരിയായി കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. എല്ലാ കാര്യത്തിലും മുൻനിരയിൽ ഉത്സാഹപൂർവ്വം നേതൃത്വം നൽകുകയും പങ്കാളിയാകുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട ജോസ് ചേട്ടനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ SMA-യുടെ എല്ലാ മേഖലകളിലും അത് വിജയപ്രദമാക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി മിസ്റ്റർ കുര്യാച്ച സെബാസ്റ്റ്യൻ്റെ വലിയ പങ്കാളിത്തം തന്നെയാണുള്ളത്. നമ്മുടെ സ്വന്തം സെക്രട്ടറി മിസ്റ്റർ കുര്യാച്ച സെബാസ്റ്റ്യനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു അസോസിയേഷൻ്റെ വിജയത്തിന് അതിൻ്റെ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രഷറർ മിസ്റ്റർ ജേക്കബ് ചാക്കോയെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സ്നേഹപൂർവ്വമുള്ള ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സന്തോഷത്തെ പങ്കുചേരുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനുമായി പല സ്ഥലങ്ങളിൽ നിന്നുമായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അസോസിയേഷൻ ഇവിടെ വന്ന് നിൽക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഓരോ വ്യക്തിയുടെയും കഠിനാധ്വാനവും ആത്മാർത്ഥതയുമാണുള്ളത്. നമ്മുടെ പരിപാടികളിലേക്ക് ആരെയും പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Once again, I welcome all of you to this celebration and highly appreciate your valued presence to make this event a successful one. Wish you all a wonderful day. Thank you.
യുക്മയുടെ നേതൃനിരയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യം, അതാണ് യുക്മ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന സെൻസ്. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാനായി ശ്രീമതി ബീന സെൻസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ക്രിസ്തുമസ് പുതുവത്സര പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ച സാലിസ്ബറിയിലെ മലയാളി അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് ഒരു ഇരട്ടി മധുരം എന്നതുപോലെ ഈ സംഘടന രൂപീകൃതമായിട്ട് ഇന്ന് 2 വർഷം തികയാണ്. തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. പല വേദികളിലും നിങ്ങളെല്ലാവരും സുപരിചിതമായ മുഖങ്ങളാണ്. എങ്കിലും ഇതുവരെ നിങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഒരു സംഘടനയുടെ വിജയം എപ്പോഴും അതിലെ ഓരോ അംഗങ്ങളുടെയും കൂട്ടായ പരിശ്രമവും കൂട്ടായ്മയുമാണ്. ഒരു കുടുംബത്തിലായാലും പലപ്പോഴും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളെല്ലാം പല കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ എല്ലാം ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും കഠിന പരിശ്രമം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃക കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ചെറിയ അംഗങ്ങളുള്ള ഒരു കൂട്ടായ്മയാണിത്. എങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമവും കൂട്ടായ്മയും മൂലം ഇതിന് നിങ്ങൾക്കറിയാവുന്ന പോലെ വളരെയധികം പടവുകൾ നിങ്ങൾ മുന്നേറി. ഞാൻ എൻ്റെ വാക്കുകൾ അധികം നീട്ടുന്നില്ല. ഒരുപാട് പരിപാടികളുണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും യുക്മയുടെയും പേരിൽ ഒരു ക്രിസ്മസും പുതുവത്സര ആശംസകളും നേരുകയും പുതിയ ഒരുപാട് പരിപാടികൾ നടത്തി നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നിലവിളക്ക് കൊളുത്തി നമ്മുടെ പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അടുത്തതായി സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നിലവിളക്ക് കൊളുത്തുവാനായി ക്ഷണിക്കുന്നു. താങ്ക് യു. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നെടുന്തൂണായി പ്രവർത്തിക്കുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ നാം വളരെ അഭിമാനിക്കുന്നു. യുക്മ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് റീജിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ സുജു ജോസഫ് പുതിയ സൗത്ത് വെസ്റ്റ് റീജിയൻ രൂപീകൃതമായപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച നടന്ന പുതിയ കമ്മിറ്റി ഇലക്ഷനിലും ശ്രീ സുജു വീണ്ടും റീജിയണൽ പ്രസിഡന്റായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സന്തോഷ വാർത്ത നിങ്ങളേവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഐ എം കൈൻഡ്ലി ഇൻവൈറ്റ് മിസ്റ്റർ സുജു ജോസഫ്, പ്രസിഡന്റ് സോൾസ്ബറി മലയാളി അസോസിയേഷൻ, ഫോർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടക ഇഗ്മ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന സെൻസ്, ഇഗ്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ
നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സജീഷ് ടോം, നമ്മുടെ ആദരണീയനായ രക്ഷാധികാരി ശ്രീ ജോസ് കെ ആൻ്റണി, നമ്മുടെ പ്രിയപ്പെട്ട അച്ചാച്ചനും അമ്മച്ചിയും, നമ്മുടെ സെക്രട്ടറി ശ്രീ സെബാസ്റ്റ്യൻ, നമ്മുടെ ട്രഷറർ ശ്രീ ജോജി, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഇക്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ ചാരിറ്റി കോർഡിനേറ്റർ ശ്രീ അനീഷ് ജോർജ്, മറ്റ് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ സാലിസ്ബറി മലയാളി അസോസിയേഷൻ നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിനിടയ്ക്ക് വെറും 14 കുടുംബങ്ങൾ മാത്രമായിട്ട് തുടങ്ങിയ ഒരു അസോസിയേഷൻ നമ്മൾ അംഗസംഖ്യയുടെ കാര്യത്തിൽ ഇന്ന് 27 കുടുംബങ്ങളിൽ വരെ എത്തിയിരിക്കുന്നു. നമ്മൾ ഇവിടെ വരുന്ന ഓരോ കുടുംബങ്ങളും, സാലിസ്ബറിയിൽ പുതുതായിട്ട് വരുന്ന ഓരോ കുടുംബങ്ങളും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ അസോസിയേഷനിൽ വന്നു ചേരുന്നത്. ഈ വർഷം 2014 എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ല ഒരു വർഷമായിരുന്നു. പല രീതിയിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം, അതായത് ഇക്മ യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ്റെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും 100-ലേറെ അല്ലെങ്കിൽ 150-ലേറെ മെമ്പേഴ്സുള്ള അസോസിയേഷനുകളിൽ നിന്ന് വരുന്ന അംഗങ്ങളെക്കാളും അർപ്പണബോധവും ആത്മാർത്ഥതയും കൂടെ ചേർന്ന് പ്രവർത്തിച്ച നമ്മുടെ അംഗങ്ങൾ ഇന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പരിണിത ഫലമാണ് നമ്മൾ 2014 നമ്മൾ മുഴുവനും നമ്മൾ കണ്ടത്. നമുക്ക് പ്രത്യേകിച്ച് സാഹിത്യ രംഗത്തായാലും കലാരംഗത്തായാലും കായിക രംഗത്തായാലും നമുക്ക് പ്രതിഭകളെ കണ്ടെത്താൻ പറ്റി. നമ്മുടെ ഇഗ്മ നാഷണൽ കലാമേളയിൽ, റീജിയണൽ കലാമേളകളിലെ കലാതിലകമായിട്ട് നമ്മുടെ ശ്രീ കുമാരി മിന്ന ജോസ് നമുക്ക് അഭിമാന താരമായി മാറി. അതുപോലെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സ് കാണിക്കുന്ന ആത്മാർത്ഥത തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ മുഖ്യ ഘടകം. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ സാധാരണ അസോസിയേഷനുകളിൽ അവിടെ കുറേ ഞാൻ മിക്കവാറും കണ്ടിട്ടുള്ളത് അവിടെയുള്ള പുരുഷന്മാർ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. പരിപാടി നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് അവിടെയുള്ള സ്ത്രീകളും കുറച്ച് പേരുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ പരിപാടികളുടെ ഓരോ റിഹേഴ്സൽ നടക്കുമ്പോൾ അവിടെ രാവിലെ മുതൽ വന്ന് വൈകുന്നേരം വരെ അവിടെ വന്ന് ആ മുഴുവൻ പരിപാടികളിലും പങ്കെടുത്ത് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന കുടുംബങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം രാത്രി 10 മണി ആയിട്ട് പോലും ഇവിടെ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ പലപ്പോഴും ഞാൻ നോക്കിയിട്ടുള്ള 1-2 പിള്ളേരെയൊക്കെ അവിടെ സൈഡിൽ കസേരയിട്ട് അവരങ്ങ് കിടത്തിയേക്കുക. പിള്ളേരൊക്കെ അങ്ങ് കിടന്നുറങ്ങുകയായിരുന്നു. ഇവർ നമ്മുടെ കൂടെ ഇവിടെ റിഹേഴ്സലും ഈ ഡെക്കറേഷനും കാര്യങ്ങളും, കാരണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നടത്തിയൊരു പ്രവർത്തനമാണ് ഇന്നിവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വർഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ, ഈ 2 വർഷമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ ഒരു അംഗങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത തന്നെയാണ്. ഇത് തുടർന്നും ഈ ഒരു അടുത്ത വർഷവും നമുക്ക് വരും വർഷങ്ങളിലും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾക്കും നമ്മുടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സുജു. അടുത്തതായി ആശംസ അർപ്പിക്കുവാനെത്തുന്നത് മിസ്റ്റർ സജീഷ് ടോം. അഭിമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് മിസ്റ്റർ സജീഷ്. കറകളഞ്ഞ യുഗ്മ പ്രവർത്തകൻ, തികഞ്ഞ വാഗ്മിയും സംഘാടകനുമായ ശ്രീ സജീഷ് ടോം യുഗ്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ ഇലക്ഷൻ നടത്തുന്ന ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ച വ്യക്തിയാണ്. പരിചയപ്പെടുത്തുന്ന ആരും ഓർമ്മിച്ചിരിക്കുന്ന വ്യക്തിത്വത്തിനുടമയായ സജീഷ് ടോമിനെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ
സാലിസ്ബറി മലയാളി അസോസിയേഷൻ്റെയും യുക്മ സൗത്ത് വെസ്റ്റ് റീജിയൻ്റെയും പ്രസിഡന്റ് ശ്രീ സുജു ജോസഫ്, ഉദ്ഘാടക നമുക്കെല്ലാം പ്രിയങ്കരിയായ യുക്മയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന സെൻസ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയങ്കരായ ജോസിയേട്ടൻ, സെബാസ്റ്റ്യൻ, ജോജി, പ്രിയമുള്ള അപ്പച്ചനമ്മച്ചി, യുക്മയുടെ പുതിയ റീജിയണൽ ചാരിറ്റി കോർഡിനേറ്റർ അനീഷ് ജോർജ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സാലിസ്ബറി മലയാളി അസോസിയേഷൻ്റെ 2ാമത് വാർഷികവും ഈ അസോസിയേഷൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും ഇവിടെ അരങ്ങേറുമ്പോൾ ഇന്ന് ഈ ദിവസം നിങ്ങളോടൊത്ത് ചിലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ആദ്യമായി നിങ്ങൾക്കേവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. എനിക്കിന്നിവിടെ എത്തിയിരിക്കുന്നത് നാട്ടിൽ അവധിക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയാണ് തോന്നുന്നത്. കാരണം ഒട്ടുമിക്ക മുഖങ്ങളും പരിചിതങ്ങളാണ്. വളരെ സൗഹൃദത്തോടെ, വളരെ സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാവുന്ന ഒരു കുടുംബം, വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രതീതി, അതാണ് എനിക്ക് സാലിസ്ബറി അസോസിയേഷനിൽ ഇന്ന് അനുഭവപ്പെടുന്നത്. SMAയെക്കുറിച്ച് പറഞ്ഞാൽ നല്ലത് മാത്രമേ മനസ്സിലുള്ളൂ. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് UK-യുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി ഏറ്റവും അധികം വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന അസോസിയേഷനുകളിൽ ഒന്നാണ് SMA. ഏത് മല്ലന്മാരുമായും പോരടിക്കാനും കരുത്ത് തെളിയിക്കാനും ഞങ്ങൾ ശക്തരാണെന്ന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് സന്തോഷത്തോടെ പറയാനുണ്ട്, നേതൃരംഗത്തായാലും കലാരംഗത്തായാലും കായിക രംഗത്തായാലും എല്ലാം നിങ്ങളുടെ ആ പോരടിക്കാനുള്ള, സൗഹൃദം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു ശക്തി അത് UK-യിലെ എല്ലാ മലയാളി അസോസിയേഷനുകൾക്കും മാതൃകയാണ്. സുജു റീജിയണൽ പ്രസിഡന്റ് ആയപ്പോഴും മിന്ന ദേശീയ കലാതിലകമായപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി മല്ലന്മാരായ ഗോലിയാത്തുമാരെ മലർത്തിയടിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ യുക്മ കലോത്സവത്തിൽ 2ാം സ്ഥാനം SMA നേടിയപ്പോഴുമെല്ലാം നിങ്ങളുടെ ആ പോരാട്ട വീര്യം നിങ്ങൾ തെളിയിക്കുകയായിരുന്നു. ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ SMAയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് എന്ത് ക്രിസ്തുമസ് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒത്തിരിയേറെ ചിതറിയ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു. തീർച്ചയായും ക്രിസ്തുമസിൻ്റെ ആ ആദ്യ ചിന്തകൾ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളായിരുന്നു. നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും വെളിച്ചം വിതറിയ കുളിരണിഞ്ഞ ആ സന്ധ്യകൾ. ബാല്യത്തിലെ ക്രിസ്മസ് നമ്മൾ മുതിർന്ന ആളുകൾ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം, മരക്കൊമ്പുകളിൽ തൂക്കിയ നക്ഷത്ര വിളക്കുകളും മുറ്റത്ത് കെട്ടിയ പുൽക്കൂടും പാടവരമ്പിലൂടെ നടന്നു വരുന്ന കരോൾ ഗായക സംഘങ്ങളുമെല്ലാം കുളിരണിഞ്ഞ ഓർമ്മകളായി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് സന്ദേശം ആരാണ് നൽകുന്നത്? മാലാഖമാർ മാത്രമാണോ ക്രിസ്മസ് സന്ദേശം നൽകുന്നത്? അല്ല, മാലാഖമാരും ഉണ്ണിയേശുവും ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ആട്ടിടയന്മാരും ആട്ടിൻ പറ്റവും ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. പൂജരാജാക്കന്മാരും കാഴ്ച വസ്തുക്കളും നമുക്ക് നൽകുന്നതും ക്രിസ്തുമസിൻ്റെ സന്ദേശങ്ങളാണ്. നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും നമുക്ക് ക്രിസ്മസ് സന്ദേശം നൽകുന്നുണ്ട്. മഞ്ഞണിഞ്ഞ മാമരങ്ങളും മലനിരകളും ക്രിസ്മസിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അതെ, ഈ സർവ്വചരാചരങ്ങളും ഈ പ്രപഞ്ചമപ്പാടെ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്ദേശം നമുക്ക് നൽകുന്നവയാണ്.
എനിക്കേറെ ഹൃദ്യമായി തോന്നിയത്, എനിക്കേറെ ശ്രദ്ധേയമായി തോന്നിയ ഒന്ന് പുൽക്കൂടുകൾ നൽകുന്ന ക്രിസ്മസ് സന്ദേശങ്ങളാണ്. നമുക്കറിയാം, പുൽക്കൂടുകൾ രാജാവും ആട്ടിടയനും തല കുമ്പിട്ട് മാത്രം ഉള്ളിലേക്ക് കടന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് പുൽക്കൂടുകൾ. പുൽക്കൂടുകൾ ഒത്തിരി വലിയ സാമൂഹ്യ മാനങ്ങളിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. നാം മനസ്സിലാക്കുന്നത് പുൽക്കൂടുകളെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്, ഇല്ലായ്മയുടെ പ്രതീകങ്ങളാണ്, ദൈന്യതയുടെ പ്രതീകങ്ങളാണ്. ഒരു പരിധിവരെ അത് ശരിയാണ്. എന്നാൽ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവുമായി നാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ കന്യകാ മാതാവിനും യൗസേ പിതാവിനും പുൽക്കൂട് ദൈന്യതയുടെയോ ദാരിദ്ര്യത്തിൻ്റെയോ പ്രതീകമായിരുന്നില്ല. തൻ്റെ കുഞ്ഞിന് പിറന്നു വീഴാൻ ഒരിടമില്ലാതെ നട്ടം തിരിയുന്ന ഒരമ്മയുടെ ആത്മസംഘർഷം, തൻ്റെ ഭാര്യയ്ക്ക് ഒരു മറ പോലുമില്ലാതെ വഴിനടക്കാരുടെ മുന്നിൽ വെച്ച് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുമോ എന്ന ഒരു നീതിമാനായ ഭർത്താവിൻ്റെ ആത്മസംഘർഷത്തിൻ്റെ, ആത്മവേദനയുടെ ഒരു മുഹൂർത്തം. ഞാൻ പറയുന്നു, ആ അന്തസംഘർഷത്തിൻ്റെ, ദൈന്യതയുടെ, ആ നിസ്സഹായാവസ്ഥയുടെ മുന്നിൽ ദൈവം കനിഞ്ഞു നൽകിയ വരദാനമായിരുന്നു ആ പുൽക്കൂട്. നമുക്ക് ചുറ്റും ഇന്നും ഒത്തിരിയേറെ പുൽക്കൂടുകൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. മണിമാളികകളോ മണിസൗധങ്ങളോ അല്ല നാം ഇന്നിവിടെ കെട്ടിപ്പടുക്കേണ്ടത്, പുൽക്കൂടുകളാണ്. നമ്മുടെ അത്രയും ഭാഗ്യം ചെയ്തിട്ടില്ലാത്ത നിരവധി ആളുകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. നഷ്ടങ്ങളുടെ, ദാരിദ്ര്യത്തിൻ്റെ, ഇല്ലായ്മയുടെ മാത്രം ബാക്കി പത്രങ്ങൾ ജീവിതത്തിൽ നിരത്തുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് ചെറിയ ചെറിയ പുൽക്കൂടുകൾ പണിയാൻ ഈ ക്രിസ്മസ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ അഭിമാനത്തോടെ, അഭിനന്ദനത്തോടെ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ബിജു 1-2 മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചികിത്സാ സഹായമില്ലാതെ വളരെ കഷ്ടപ്പെടുന്നൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ വ്യക്തിയെ സഹായിക്കാൻ SMAയും അതുപോലെ സുഹൃത്തുക്കളായ നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ടിറങ്ങി. നമ്മൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുൽക്കൂട് കെട്ടുകയായിരുന്നു. ആ ദാരിദ്ര്യത്തിൻ്റെ, ദൈന്യതയുടെ, നിസ്സഹായാവസ്ഥയുടെ മുന്നിൽ ഒരു പുൽക്കൂട് കെട്ടുകയായിരുന്നു നാം ചെയ്തത്. നമുക്ക് ചുറ്റും നോക്കാം, ഒത്തിരിയേറെ പുൽക്കൂടുകൾ പണിയേണ്ടുന്ന മേഖലകളുണ്ട്. ഈ ക്രിസ്മസ് ഈ സമൂഹത്തിൽ പുൽക്കൂടുകൾ പണിയേണ്ടുന്ന ഇടം കണ്ടെത്തുവാൻ, പുൽക്കൂടുകൾ പണിയുവാൻ, ഒരു കൈ ഈ സമൂഹത്തിന് താങ്ങാവുവാൻ, തണലാവുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എനിക്കിവിടെ പ്രസംഗിക്കുവാനായിട്ട് അവസരം തന്ന എന്നെയും കുടുംബത്തെയും ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു മിസ്റ്റർ സജീഷ് ടോം ഫോർ എ വണ്ടർഫുൾ ഫെലിസിറ്റേഷൻ സ്പീച്ച്. അടുത്തതായി നടക്കുന്നത് യുക്മ കലണ്ടർ പ്രകാശനമാണ്. യുക്മ കലണ്ടർ പ്രകാശനത്തിനായി അതിന് മുൻപോടിയായി യുക്മ അംഗങ്ങളുടെ വീടുകളെ തിരിച്ചറിയാനുള്ള അടയാളമായി മാറിയിരിക്കുകയാണ് നമ്മുടെ യുക്മ കലണ്ടർ. ഓരോ വർഷവും പുറത്തിറങ്ങുന്ന ഈ കലണ്ടർ ഈ വർഷം പുറത്തിറങ്ങുവാനായി ഏറ്റവും അധികം യത്നിച്ചത് ശ്രീമതി ബീന സെൻസ് തന്നെയാണ്. നമ്മുടെ അസോസിയേഷനുള്ള യുക്മ കലണ്ടറിൻ്റെ ആദ്യ കോപ്പി SMA പ്രസിഡന്റ് ശ്രീ സുജുവിനെ കൈമാറിക്കൊണ്ട് ശ്രീമതി ബീന സെൻസ് നിർവഹിക്കുന്നു. യുക്മ റീജിയണൽ ആൻഡ് നാഷണൽ കലാമേള SMAയ്ക്ക് അഭിമാനിക്കുവാൻ ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ച ഒരു അവസരം. ഇക്കഴിഞ്ഞ കലാമേളയിൽ റീജിയണൽ ലെവലിൽ പോയിന്റ് നിലവാരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആകുവാനും നാഷണൽ ലെവലിൽ പോയിന്റ് നിലവാരത്തിൽ പങ്കെടുത്ത എല്ലാ അസോസിയേഷനുകളിലും വെച്ച് 2ാം സ്ഥാനത്തെത്തുവാനും നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എല്ലാവരും മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ ലെവലിലും നാഷണൽ ലെവലിലും കലാതിലകമായത് നമ്മുടെ അസോസിയേഷൻ്റെ സ്വന്തം മിന്ന ജോസാണ്. അതുപോലെ നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച, കഠിനാധ്വാനം ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും
മറ്റു മുതിർന്നവർക്കും ഉള്ള അകൈതവുമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. ഇതിന് നമ്മെ അനുഗ്രഹിച്ച് ജഗദീശനോട് നന്ദി പറഞ്ഞുകൊണ്ട് കലാമേളയിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്ത എല്ലാവരെയും അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ആദ്യമായി മിന ജോസ്, നാഷണൽ ആൻഡ് റീജിയണൽ കലാതിലകം വിത്ത് പ്രൈസസ് ഇൻ മോഹിനിയാട്ടം, ഭരതനാട്യം, മോണോ ആക്ട്, ഒപ്പന ആൻഡ് തിരുവാതിര. ആദ്യത്തെ സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായി ശ്രീമതി ബീന സെൻസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ജോഹാൻ സ്റ്റാലിൻ, റീജിയണൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ഫോർ കിഡ്സ് with first prizes in singing, fancy dress and group dance and prizes at national level in fancy dress and group dance. അടുത്തത് പൂജ ഹരി, regional individual champion for juniors with prizes in Bharatanatyam, folk dance, Opana, Margam Kali, prizes in national level for folk dance, Margam Kali, Opana, and regional and national level prizes in painting. Anita Biju, regional prizes in cinematic single and group dances and national prize in cinematic group dance for kids. ഹലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ന് ഈ കൊച്ചു കൂട്ടുകാരിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇവർക്ക് ബർത്ത്ഡേ ആശംസകൾ നേരാം. നമുക്ക് Ariana Joseph, regional and national winning in cinematic group dance for kids. അടുത്തത് ഫിയോണ ജോബിൻ, regional and national prizes in cinematic group dance for kids. Sandra Suju Joseph, regional and national winnings in cinematic group dance for kids. താങ്ക് യു ബീന. അടുത്ത കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമായി മിസ്റ്റർ സജീഷ് ടോമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അലീന ബിജു, റീജിയണൽ വിന്നിംഗ് ഇൻ ക്ലാസിക്കൽ ഗ്രൂപ്പ് ഡാൻസ് ഫോർ സബ് ജൂനിയേഴ്സ്. ഏഞ്ചൽ ജേക്കബ്, regional winning in folk dance and classical group dance for sub juniors. എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് കൈയടിച്ച് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇസബൽ സെബാസ്റ്റ്യൻ, prizes in regional മോഹിനിയാട്ടം and classical group dance for sub juniors. Lena Suju Joseph, regional winner in Mohiniyattam and classical group dance for sub juniors. Nikhil Shibu, regional cinematic group dance for sub juniors. Thank you, Sajesh.
അടുത്ത കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായി നമ്മുടെ യുക്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ ചാരിറ്റി കോർഡിനേറ്റർ മിസ്റ്റർ അനീഷ് ജോർജിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Angelina Joseph, regional and national winnings in Bharatanatyam, classical group dance and Margam Kali. Jerin Jacob, regional winner in fancy dress for juniors. Reshma Lewis, regional winning in Kathaprasangam and Margam Kali and national winning in Margam Kali. Sona Jose, regional prizes in Mohiniyattam, classical group dance, Margam Kali and national level prize in Margam Kali. Diya Sajesh, regional prizes in folk dance, classical group dance and Margam Kali and national prizes in folk dance and Margam Kali. Thank you, Anish. അടുത്ത കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി നമ്മുടെ അച്ചാച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി വിളിക്കുന്ന അച്ചാച്ചൻ്റെ സ്വന്തം മോള് രശ്മി ജോസിനെയാണ്, റീജിയണൽ ആൻഡ് നാഷണൽ വിന്നർ ഇൻ മാർഗം കളി. മിസ്റ്റർ ഷിബു ജോൺ, regional prize in Margam Kali. Mr. Jose K. Anthony, national prize in Margam Kali and regional prize in Kathaprasangam. Mrs. Bindu Lewis, national level prize in Margam Kali. Seena Shibu, regional prize in Tiruvadira and Margam Kali. Rinda Mary Ginoyes, regional and national prize in Oppana. Thank you, Achacha. അടുത്ത സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി നമ്മുടെ അമ്മച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സിൽവി ജോസ്, റീജിയണൽ പ്രൈസ് ഇൻ തിരുവാതിര, റീജിയണൽ ആൻഡ് നാഷണൽ പ്രൈസസ് ഇൻ ഒപ്പന. സപ്ന ഹരി, റീജിയണൽ പ്രൈസ് ഇൻ തിരുവാതിര. രാജി ബിജു,
regional prize in Tiruvadira and regional and national level prizes in Oppana. Siju Stalin, regional prize in Tiruvadira and regional and national prizes in Oppana. And Shaina Georgie, regional prize in Tiruvadira and regional and national prizes in Oppana. Thank you, Ammachi. അതോടെ നമ്മുടെ യുക്മ പാർട്ടിസിപ്പൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ചടങ്ങ് തീരുകയാണ്. താങ്ക് യു എവരിബഡി. SMAയുടെ പേട്രൺ ഏർപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ അവാർഡ്, SMAയ്ക്ക് മാത്രം സ്വന്തമായുള്ള പേട്രൺസ് അവാർഡ് ഓഫ് എക്സലൻസ്. അംഗങ്ങളുടെ അസോസിയേഷന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തെ വിലമതിക്കുവാനായി നമ്മുടെ പേട്രൺ ഏർപ്പെടുത്തിയ അവാർഡ്. ഈ അവാർഡ് പ്രസൻറ്റ് ചെയ്യുവാനായി നമ്മുടെ സ്വന്തം രക്ഷാധികാരി ശ്രീ ജോസ് കെ ആൻ്റണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ സുജു ജോസഫ്, വിശിഷ്ട അതിഥികളെ, സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ സേവനം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പേരിൽ ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ ഞാൻ ഇവിടെ നേരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ഒരു അഭിമാനം എനിക്ക് തോന്നുകയാണ്. കാരണം ഇവിടെ റിപ്പോർട്ട് വായിക്കുന്നതിന് മുൻപ് സെബാസ്റ്റ്യൻ പൊടിപ്പും തൊങ്കലും വെച്ച് ഇവിടെ TV പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഞാൻ അത് വാച്ച് ചെയ്തപ്പോൾ ഇത്രമാത്രം സോൾസ്ബറി മലയാളി അസോസിയേഷൻ പരിപാടികൾ ഈ 2014 അവതരിപ്പിച്ചോ എന്നുള്ളൊരു അതിശയം എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോൾസ്ബറി മലയാളി അസോസിയേഷനിലെ മെമ്പേഴ്സ് വെറുതെ ഇരിക്കുന്നില്ല എന്ന്. 2014 ജനുവരി മാസം 1-ാം തീയതി തുടങ്ങി 2014 ഡിസംബർ അവസാനം വരെ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ മെമ്പേഴ്സ് പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് സോൾസ്ബറി മലയാളി അസോസിയേഷൻ അതിൻ്റെ ജൈത്രയാത്ര 2014 പൂർത്തിയാക്കി. ഇനി തൊട്ടതെല്ലാം പൊന്നാക്കണോ അതോ രത്നങ്ങളാക്കണോ, എന്താക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം വ്യക്തികളും ഇപ്പം നമുക്ക് കാണാം, നമ്മൾ കണ്ടു കഴിഞ്ഞു സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചു പോയത്. ഇതാണ് സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പ്രത്യേകത. അതെന്താണെന്ന് ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ തീർക്കുകയാണ്. സോൾസ്ബറി മലയാളി അസോസിയേഷന് ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിയുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ കണ്ടെത്തി ആ കഴിവിനെ വളർത്തി പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാമെന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു മുദ്രാവാക്യമാണ് സോൾസ്ബറി മലയാളി അസോസിയേഷനുള്ളത്. അവിടെ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാ വ്യക്തികളെയും ഒരേപോലെ ഒരേ ത്രാസിൽ തൂക്കുന്ന, ഒരേപോലെ ഒരേ മുഖത്തോടെ കാണുന്ന, ചിരിക്കുന്ന മുഖവും തുടിക്കുന്ന മനസ്സുമായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം കുടുംബാംഗങ്ങൾ ആണ് നമുക്കിവിടെ ഉള്ളത്. എനിക്ക് നിങ്ങളോട് ഒരു നിർദ്ദേശം നൽകാനുള്ളത്, ഈ 2015 കടന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരേ ഒരു ആഗ്രഹം എനിക്കുള്ളൂ. സോൾസ്ബറി മലയാളി അസോസിയേഷൻ മറ്റുള്ള അസോസിയേഷനുകൾക്ക്, മറ്റുള്ള വ്യക്തികൾക്ക് ഒരു മാതൃകയാകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഈ പരിപാടിയുടെ
സ്കെഡ്യൂൾ ടൈം ടു ടൈമാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ സമയം കഴിഞ്ഞു. കാരണം ഇത് വാണിംഗ് ആണ്. ഇനി അവിടെ കൊടി കാണിക്കും, ദേ നിർത്തിക്കോളം പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ സമയം കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കഴിഞ്ഞു. കാരണം പലവരും സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡിന് സമയമായിക്കൊണ്ട് ആയി ഓൾറെഡി. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് തീർക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് കൂടി. ഞാൻ ഇവിടെ നിൽക്കുന്നത് സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ മാത്രം അഭിമാനമായ അവകാശമായ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സംഘടന ഇതുപോലെ പ്രവർത്തിക്കാനുണ്ടായുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, ഫിലിം അവാർഡ് എന്നതുപോലെ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ എക്സലൻറ്റ് അവാർഡ്. ഇവിടെ ഈ കഴിഞ്ഞ 6 മാസക്കാലം പ്രവർത്തിച്ച വർഷത്തിൽ 2 അവാർഡാണ് നമ്മൾ നൽകുന്നത്. ഒന്ന് ഓണത്തിനും, 2 ഈസ്റ്റർ, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ പ്രമാണിച്ചും. അപ്പോൾ ഇവിടെ ഈ 6 മാസക്കാലങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി, ഏറ്റവും നന്നായി, എല്ലാവരും നന്നായിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് തെളിവ് നിങ്ങൾ കണ്ടു. എന്നാൽ അവരിൽ ഒരു പടി മുൻപ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളിവിടെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുത്ത് ആരാണെന്ന് നിങ്ങളുടെ മനസ്സിൽ പല ആളുകളും ഉണ്ടാവും. ഒരാൾ ഞാൻ പറയാം, ഒരു കാര്യം ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം. ആൾക്ക് മുടിയുണ്ട് എന്തായാലും. ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു സുന്ദരിയായ ഒരു വനിതയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞു, സാധാരണ എല്ലാ പ്രാവശ്യവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വ്യക്തിനെ നമ്മൾ എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പം അതിന് മുൻപത്തെ പ്രാവശ്യം ആ വ്യക്തിനെ ഇപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് വരാൻ ആരില്ലാണ്ടായി. ഇപ്പോൾ അന്നത്തെ പ്രസിഡന്റായ സ്റ്റാലിൻ ആളെ എടുത്തുകൊണ്ട് ഇപ്പോൾ നടുവെട്ടിപ്പോയി. അതോടുകൂടി കഴിഞ്ഞ വർഷം എടുക്കൽ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലീസ് നിങ്ങൾ ആളെടുക്കാൻ തയ്യാറായി വരണം. അങ്ങനെ പല ആളുകളും കൈയും കാലൊക്കെ നിർത്തി വെച്ച് റെഡിയായിട്ട് വന്നപ്പോൾ ഈ ആള് സ്ത്രീ ആയിപ്പോയി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഈ പ്രാവശ്യം പ്ലീസ് നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. ആളെ എടുത്തു കൊണ്ടുവരാതിരിക്കരുത്. അത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ഇതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അവിടെ നിന്ന് ആ വ്യക്തിയെ എടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വ്യക്തി ആരാണെന്ന്, അവർക്ക് അവരുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഓക്കെ. ആളാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അതെ, ഓക്കെ. എനിക്ക് ഇനിയിപ്പം നിങ്ങളെല്ലാവരെയും കൂടുതൽ നേരം വിളിക്കുന്നില്ല. ആളുടെ പേര് അനൗൺസ് ചെയ്യുകയാണ്. എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മീശയൊന്നുമില്ല, കണ്ണാടിയില്ല. എനിവേ ഞാൻ അനൗൺസ് ചെയ്യാം. സാലിസ്ബറി മലയാളി അസോസിയേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ഈസ് ഹിയർ ബൈ ഗ്രാൻഡഡ് ടു മിസ്സസ് മേഴ്സി ജേക്കബ്. 주저하면 기회는 모두 너를 비켜가 가슴 펴고 나와 바라죠. Bakın. Mecine bakın. Bring the boys out. We bring the boys out. We bring the boys out.
നേതാവായ മേഴ്സിയെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതിന് സജീഷിനെ അടി 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 കൈ എല്ലാവരും നല്ലൊരു കയ്യിൽ കൊടുക്കുക. മേഴ്സിക്ക് ഒരു ഉപകാരം നൽകുന്നതിന് വേണ്ടിയിട്ട് അപ്പച്ചനെ അമ്മച്ചിനെയും ക്ഷണിക്കും. എനിക്കിപ്പോ പറയാൻ തോന്നുന്നത് ജോസിയേട്ട ഇതൊരു ചതിയായി പോയത് മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ. പിന്നെ എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് ഇവിടെ വന്ന ആരുടെയെങ്കിലും നടുവോ കയ്യോ കാലോ പോയിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ എല്ലാവർക്കും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്തോളുക കേട്ടില്ല. ഇപ്പോഴേ ക്ലെയിം നിങ്ങൾ ചെയ്തോളുക. അതുപോലെ എന്താ പറയണ്ടേ, ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെയുള്ള നിങ്ങളെല്ലാവരും കൂടെയാണ് എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത്. എന്നെക്കാൾ ഒത്തിരി യോഗ്യതയുള്ള പലരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എങ്ങനെയോ എന്നെ അവരുടെ ക്യൂ ജമ്പ് ചെയ്ത് മോളിൽ എത്തി. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. അതുപോലെ എനിക്ക് പറയാനുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൊച്ചിൻ്റെ കാര്യം. എന്ന് വെച്ചാൽ അവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങുകയില്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സജീഷ് സമ്മറിൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതിനു വേണ്ടി നടക്കുമായിരുന്നു. സജീഷ് ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ കൊച്ചാണേലും പനിച്ച് കിടക്കുവാണേലും എന്ത് അസുഖമാണേലും ഞാൻ ഇതിൻ്റെ പുറകെല്ലാം നടക്കാറുണ്ട്. ഒരിക്കലും ആരും ഒന്നും പറയാറില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒത്തിരി നന്ദി. താങ്ക് യു. ഒരു സ്പെഷ്യൽ ചടങ്ങാണ്. നമ്മൾക്കറിയാം, നമ്മളെല്ലാ മാസവും ഒരുമിച്ച് കൂടുകയും അതാത് മാസം ബർത്ത്ഡേ ആനിവേഴ്സറീസ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം നമ്മൾ നടത്തുകയും ആഘോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയും SMA പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ SMA ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുകയാണ്. ഈ അവസരത്തിൽ സന്തോഷം പങ്കുവയ്ക്കാൻ എല്ലാവരോടും വിനിയോഗിക്കുകയാണ്. ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. So it's now time to celebrate. Let's cut the cake and celebrate the 2nd anniversary of SMA. So we invite the office bearers and the guests on the stage to please join our happiness. Stalin, Sunny. So we invite Stalin, Sunny as well. So our first SMA president. Sylvie Chechi, Raji, office bearers. നമുക്ക് എല്ലാവർക്കും കൂടി ഓഫീസ് ബെയറേഴ്സ്. ഇനി ഓഫീസ് ബെയറേഴ്സ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ വേദിയിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ let's enjoy. Big clap for 2nd anniversary of SMA. Let's celebrate.
ഹലോ സജീഷ്, പ്ലീസ് കം. വൈരാഗ്യം തീർക്കാനാണെന്ന് തോന്നുന്നു ഷുഗറുള്ള ആളെ വിളിച്ച് കേക്ക് കൊടുക്കും. ഈ കേക്കിന്റെ മധുരം ആസ്വദിക്കാൻ വേണ്ടി നമ്മുടെ ഈ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സായ നമ്മുടെ ഷൈനയെയും സപ്നയെയും അതുപോലെ തന്നെ ബിജുവിനെയും ഷിബുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം. Mrs. Beena Sens, യുക്മ നാഷണൽ ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ ടിറ്റോ തോമസ് ഇന്നിവിടെ എത്തേണ്ടതായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇന്നിവിടെ എത്താൻ സാധിച്ചില്ല. പക്ഷെ നമ്മളുടെ സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം യുക്മ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ മിസ്റ്റർ സജീഷ് ടോം, സോൾസ്ബറി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ സുജു ജോസഫ്, SMA patron Mr. Jose K. Anthony, SMA Secretary Mr. Sebastian Kuriachan, and all our SMA executives, നമ്മുടെ എല്ലാം ക്ഷണം ഹൃദയപൂർവ്വം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഓൾ SMA ഫാമിലി ആൻഡ് കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു. ഒപ്പം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നന്ദി അർപ്പിക്കുക എന്ന കടമയിലേക്ക്, കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കുറച്ചു മുൻപ് സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ഷൈന ജോജി പറയുകയുണ്ടായി, യൂണിയൻ ഓഫ് യുക്മ മലയാളി അസോസിയേഷൻ എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഒരു സ്ത്രീ സാന്നിധ്യം, നിറഞ്ഞ പുഞ്ചിരി എപ്പോഴും മുഖത്ത് കാണാവുന്ന, നിങ്ങൾക്കേവർക്കും അറിയാവുന്ന മിസ്സിസ് ബീന സെൻസ്. തിരക്ക് പിടിച്ച ഈ UK ജീവിതത്തിലും ഒപ്പം യുക്മ പ്രസ്ഥാനത്തിൻ്റെ തിരക്കുകളും മാറ്റിവെച്ച് ഇന്ന് SMAയോടൊപ്പം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മുടെ സന്തോഷം നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ കുടുംബസമേതം ഇവിടെ എത്തിച്ചേർന്ന മിസ്സിസ് ബീന സെൻസിനെ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത്, ഞാനിവിടെ വളരെ മനോഹരമായി കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രി എഴുതി വെച്ചാണ് നമ്മുടെ ടിറ്റോ തോമസ് ചേട്ടന് വേണ്ടി. അൺഫോർച്ചുനേറ്റ്ലി ചേട്ടൻ ഇന്നിവിടെ ഇല്ലാതെ പോയി. വളരെ സാഹിത്യമൊക്കെ കലർത്തി ഞാൻ എഴുതി വെച്ച വാക്കുകൾ ഇനി പിന്നീട് ഒരു അവസരത്തിൽ പ്രയോഗിക്കാമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഞാൻ പറയുന്നില്ല. ചേട്ടന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. ഇന്നിവിടെ എത്താൻ കഴിഞ്ഞില്ലേലും നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ്. അടുത്തതായി മിസ്റ്റർ സജീഷ് ടോം, നമുക്കെല്ലാം വളരെ സുപരിചിതനായ വ്യക്തിയാണ്. ലളിതമായ സംസാര ശൈലിയും മനോഹരമായ പുഞ്ചിരിയും തൂകി ജീവിത യാഥാർത്ഥ്യങ്ങളെ വളരെ ശക്തമായ ഭാഷയിൽ തൂലികയിലൂടെ നമുക്ക് വേണ്ടി പല മാധ്യമങ്ങളിലൂടെയും പങ്കിടാറുള്ള ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ഇദ്ദേഹം. കാലാവസ്ഥാ പരിമിതികളും സമയപരിമിതികളും ഒന്നും വകവയ്ക്കാതെ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ ഈ കൊച്ചു കൂട്ടായ്മയിൽ നമ്മോടൊപ്പം പങ്കിടാൻ എത്തിയ അദ്ദേഹത്തിനെയും കുടുംബത്തെയും സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി SMAയുടെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം പ്രസിഡന്റ് മിസ്റ്റർ സുജു ജോസഫ്, സൗത്ത് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡന്റ് എന്ന ഒരു വലിയ ഉത്തരവാദിത്വം ചുമലിലുണ്ടെങ്കിലും അല്പം മസിൽ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പരിചയമില്ലാത്തവർക്ക് തോന്നുമെങ്കിലും വളരെ സരളമായി കൂളായി ഉത്തരവാദിത്തങ്ങൾ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്ന നേതൃത്വ പാഠവം തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ സുജു ജോസഫ്. ഈ അവസരത്തിൽ സോൾസ്ബറി മലയാളി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും 1000 നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി SMA എന്ന അസോസിയേഷൻ്റെ കുടുംബനാഥനായി
പ്രാഥമിക ഘട്ടം മുതൽ ഇന്നുവരെ ഊർജിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന SMA സ്വന്തം ജോസേട്ടൻ മിസ്റ്റർ ജോസ് കെ ആന്റണിക്ക് SMA പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി SMA സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന മിസ്റ്റർ സെബാസ്റ്റ്യൻ കുര്യാച്ചൻ ഏത് സന്ദർഭങ്ങളിലും വളരെ അവസരോചിതമായും അല്പം നർമ്മരസം കലർത്തിയും എല്ലാ അംഗങ്ങളെയും അപ്രോച്ച് ചെയ്യാനും തത്സമയ സംഘടനാ വിശേഷങ്ങൾ ഉടനടി മെമ്പേഴ്സുമായി പങ്കിടുവാനും നമ്മുടെ സെബ് കാണിക്കുന്ന ഉത്സാഹം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും ഊർജ്ജസ്വലനും മിടുക്കനുമായ നമ്മുടെ സെബാസ്റ്റ്യൻ കുര്യാച്ചന് SMA പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഏതൊരു സംഘടനയുടെയും നട്ടെല്ല് ട്രഷറർ ഓർ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കഴിവ് കൂടിയാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വളരെ മനോഹരമായി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ട്രഷറർ മിസ്റ്റർ ജേക്കബ് ചാക്കോയ്ക്ക് SMA പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഏതൊരു പ്രോഗ്രാമും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുക എന്നത് ചിട്ടയായ ഒരു കോർഡിനേഷൻ ചെയ്യുമ്പോഴാണ്. ആ കൃത്യം വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ മിസ്സസ് മേസി സജീഷിന് SMA പേരിലും എൻ്റെ പേരിലും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇന്നിവിടെ കാണുന്ന മനോഹരമായ അലങ്കാരങ്ങളും ശബ്ദമാധുര്യവും നമ്മുടെ കാതുകളിലേക്കും നമ്മുടെ കാഴ്ചയിലേക്കും എത്തിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറും സ്റ്റേജ് മാനേജറുമായ മിസ്റ്റർ ജോമി ജോർജ് ആൻഡ് മിസ്റ്റർ ബിജു മൂന്നാനപ്പള്ളി എടുത്തു പറയേണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. ഈ വലിയ സന്തോഷത്തിൻ്റെ വേളയിൽ SMA പേരിലും എൻ്റെ പേരിലും വിനീതമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും പേരെടുത്ത് പറയേണ്ട ഒരുപാട് വ്യക്തികൾ ഈ വിജയത്തിൻ്റെ പുറകിലുണ്ട്, നമ്മുടെ സന്തോഷത്തിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഭക്ഷണത്തിൻ്റെ നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഈ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ കോർഡിനേറ്റേഴ്സ് ആയ മിസ്റ്റർ ഷിബു ജോൺ, മിസ്സസ് ഷൈന ജോർജി, മിസ്സസ് സപ്ന ഹറി ഈ അവസരത്തിൽ SMA പ്രത്യേകം ഓർക്കുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി ഇതെല്ലാം കാണുവാനും കേൾക്കുവാനും നമ്മോടൊപ്പം സന്തോഷം പങ്കിടുവാനും ഈ ദിവസം ചിലവിടാൻ ഇവിടെ എത്തിയ നമ്മുടെ സുഹൃത്ത് കുടുംബങ്ങളെയും SMA പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. ഇനി നമ്മുടെ SMA ഫാമിലി ആൻഡ് കുഞ്ഞുമക്കൾ കൂടുമ്പോൾ ഇമ്പമുള്ള ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഒരുപാട് നന്ദി SMA പേരിലും എൻ്റെ പേരിലും അർപ്പിക്കുന്നു. ഒപ്പം രശ്മിയുടെയും ജോമിയുടെയും അമ്മച്ചി, നമുക്കെല്ലാം നമ്മുടെ SMA തുടങ്ങിയപ്പോൾ മുതലുള്ള നമ്മുടെ എല്ലാം ചാച്ചനും അമ്മച്ചിയാണ്. രശ്മിയുടെയും ജോമിയുടെയും മാത്രമല്ല, ഈ അവസരത്തിൽ സാലിസ്ബറി മലയാളി അസോസിയേഷൻ്റെ 2ാമത്തെ ആനിവേഴ്സറിയും ഈ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൽ ഞങ്ങളോടൊപ്പം കൂടാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനി ആരുടെയെങ്കിലും പേര് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്നപേക്ഷിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണീശോയുടെ സന്തോഷവും സമാധാനവും പുതുവർഷ പുലരിയുടെ ആയുരാരോഗ്യ സൗഖ്യവും സമ്പദ് സമൃദ്ധിയും ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും നല്ലവണ്ണം ഓട്ടോ താങ്ക്സ് പറഞ്ഞ സിൽവി ചേച്ചിക്ക് SMA പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു കൊച്ചു സുന്ദരി നമ്മുടെ കൂട്ടത്തിലുണ്ട്, അനീറ്റ ബിജു. അതുപോലെ തന്നെ ബിജുവിൻ്റെ ബർത്ത്ഡേ ഈ മാസം 19-ാം തീയതിയാണ്. അതുകൊണ്ട് അനീറ്റ, ബിജു, രാജി, അലീന എന്നിവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കുഞ്ഞു പാവയ്ക്കും
നമ്മുടെ കുഞ്ഞു വിവാന് ഈ മാസം 14-ാം തീയതി 1 വയസ്സ് തികയുകയാണ്. വിവാനെയും ഫാമിലിയെയും കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് രശ്മി ജോസ്. 24th രശ്മിയുടെ ബർത്ത്ഡേ ആൻഡ് ജോമിയുടെയും രശ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി 17th. സോ എല്ലാവരും അപ്പച്ചനും അമ്മച്ചിയും അച്ഛനും അമ്മച്ചിയും ജോമിയും കുഞ്ഞാറ്റയും എല്ലാവരും ജോബിയുടെയും മോൾ അൽഫോൻസയുടെയും ബർത്ത്ഡേ ഒരേ ദിവസം ജനുവരി 28-ാം തീയതി. അതുപോലെ ജോബിയുടെയും ഷീനയുടെയും വെഡിങ് ആനിവേഴ്സറി 29-ാം തീയതി. അപ്പോൾ ജോബി ജോൺ ആൻഡ് ഫാമിലിയെ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Party in the island way. You'll be jamming all night till the light of day. Your birthday is your day to shine. Another year and you'll be looking fine. So have no worries, don't you hesitate. It's time to party, time to celebrate. It's time to celebrate. Yeah. I wanna wish you a happy birthday. I wanna help you celebrate. വേളാങ്കണ്ണി പള്ളിയിലെ കന്നി തിരുനാള് ഇന്നല്ലോ സുന്ദരി പെണ്ണെ. ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം. Celebration all night long. May all your dreams come true. We sing all together. Happy birthday to you. Happy birthday celebration. Party night, could feel the vibration. Lights are bright, we're feeling alright. We're dancing till the morning light. Happy your dreams come true. We sing all together. Birthday celebration. Everybody get the temptation. Once again, this is your night, and everyone
feels right. Happy birthday to you, and may all your dreams come true. Happy birthday to you. ഞങ്ങളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ നാളെയാണ്. എനിക്ക് തോന്നുന്നത് സോനയ്ക്ക് ഇങ്ങനെയൊരു അവസരം ഇനി ഒരിക്കലും കിട്ടിയാലെന്നാണ്. അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചത് വളരെയധികം സന്തോഷം. ഇതിന് ഇവിടെ കേക്ക് മുറിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
ആലിസ്ബറി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് സുജുവും, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് അദ്ദേഹം തന്നെയാണ്. ഈ ടീമിനോടൊപ്പം ചേർന്ന് സൗത്ത് വെസ്റ്റ് റീജിയനിൻ്റെ വരുന്ന 2 വർഷക്കാലത്തേക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ബേസിക് സ്റ്റോക്കിൽ ചേർന്ന മലയാളി അസോസിയേഷനുകളുടെ പ്രതിനിധികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വരും കാലങ്ങളിലുള്ള 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം സജീവമായി മലയാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഞാൻ ആദ്യമേ നൽകുകയാണ്. മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ ജീവിക്കുന്ന സ്ഥലത്തുള്ള മലയാളികൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഏതൊരു കവലകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ പോലെ UK എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം 1, 2, 3 ചില സ്ഥലങ്ങളിൽ 4 വരെ അസോസിയേഷനുകളും അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ മുകൾ തട്ടിലേക്കുള്ള അസോസിയേഷൻ്റെ നേതാക്കന്മാരും അവരെയെല്ലാം വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ട് അല്ലെ അവരെയെല്ലാം തമ്മിലടിപ്പിച്ചുകൊണ്ട് കേവലം നേതാക്കളാകുന്നതിന് വേണ്ടിയുള്ള കിടമത്സരവും ആ മത്സരങ്ങളിൽ ഭാഗവാക്കാകാതെ എവിടെയെല്ലാം മലയാളികളിൽ പ്രശ്നങ്ങളുണ്ടോ, എവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ അതെല്ലാം പറഞ്ഞവസാനിപ്പിച്ച് എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്തുവാനുള്ള പ്രയത്നവുമായിട്ടായിരിക്കും ഇനിയുള്ള കാലം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മളിറങ്ങുന്ന പള്ളിയിൽ പോയാൽ, സ്കൂളിലേക്ക് പോയാൽ മോഹം തിരിച്ചു പിടിക്കുന്ന മലയാളികളല്ലാതെ നമുക്കൊരു വിഷമം വരുമ്പോൾ ഇവിടെ ആരും ഇംഗ്ലീഷുകാർ നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. ആ ഘട്ടത്തിൽ 2ആയി നിൽക്കുന്നതും 3ആയി നിൽക്കുന്നതും നമ്മളെ അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നതുമായ ആളുകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സമഭാവനയോടെ സമചിത്തതയോടെ നമുക്കൊരു നേതൃത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനെപ്പറ്റിയെല്ലാം ആലോചിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുവാനുള്ള സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വരും കാലങ്ങളിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നുവോ, എന്ത് പഠിപ്പിക്കുന്നുവോ, നമ്മൾ ആരെയെല്ലാം ഉപദ്രവിക്കുന്നുവോ, ആരെയെല്ലാം സഹായിക്കുന്നുവോ, നമ്മളെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് ഞാനധികം തീർപ്പിക്കുന്നില്ല. നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ, നമ്മളുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളത് പറഞ്ഞവസാനിപ്പിച്ച് വരും കാലങ്ങളിൽ UK മലയാളികൾ എന്ന് പറയുന്നത് ഒരു കുടക്കീഴിൽ ഒറ്റക്കെട്ടായി മലയാളികൾക്കൊരാവശ്യമെന്ന് പറഞ്ഞാൽ അത് പേപ്പറുകാരുടെയോ അല്ലെങ്കിൽ വാർത്താ ചാനലുകളെയോ നിയന്ത്രിക്കുന്നതാകാതെ നമ്മൾ സ്വമനസാലെ ചിന്തിച്ച് പ്രവർത്തിച്ച് ഉത്തമ വിശ്വാസത്തോടു കൂടി നമ്മളെ നയിക്കുവാൻ പറ്റുന്ന ഒരു നേതൃത്വത്തെ കണ്ടെത്തണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ നല്ല രീതിയിൽ നല്ലൊരു കൂട്ടായ്മയായി പ്രവർത്തിക്കുന്ന ഈ മലയാളി അസോസിയേഷൻ എല്ലാവിധ ന്യൂ ഇയർ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വരും കാലങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നല്ലതാണ് എങ്കിൽ അതിനെ പരിപൂർണമായും പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു ജോൺസൺ. നേറ്റിവിറ്റി പ്ലേ ക്രിസ്തുമസിൻ്റെ സന്ദേശം നമ്മിലേക്ക് എത്തിക്കുവാനായി തിരുപ്പിറവി. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നും ഗബ്രിയേൽ ദൂതനും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന കന്യകാമറിയവും ഉരുവിടുന്ന മംഗളവാർത്ത മുതലുള്ള സംഭവങ്ങൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.
Let's all watch the nativity play by Salisbury Malayali Association. We wish you all the blessing of the newborn baby. യേശുവിൻ്റെ ജനനം ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പുത്തൻ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യാശയുടെ പടിവാതിൽ ഇതാ തുറക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. Hi, Merry Christmas. Merry Christmas. അങ്കിൾ സാന്റ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ആ ക്രിസ്മസ് കഥയൊന്ന് പറഞ്ഞു തരാവോ? പറഞ്ഞു തരാലോ. അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഗസ്തോസ് കൈസർ റോമാ ചക്രവർത്തിയും ഹേരോദാവ് യഹൂദ രാജാവുമായിരുന്ന കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന പട്ടണത്തിൽ മറിയ എന്നു പേരുള്ള ഒരു കന്യകയുടെ അടുക്കിലേക്ക് അയച്ചു. ദാവീദിൻ ഗോത്രത്തിലംഗമാം ജോസഫിൻ പ്രേയസിയായൊരു മേരി തൻ്റെ മുൻപിൽ ജ്വലിക്കുന്നു ദിവ്യപ്രകാശമായി ഗബ്രിയേൽ മാലാഖദൂതുമായി വന്യയാം കന്യകേ മംഗളം സ്വസ്തിതേ എന്നെന്നും കർത്താവ് നിന്റെ കൂടെ. ശ്രേഷ്ഠനാം പുത്രൻ ജനിക്കും നിനക്ക്, അവനത്യുന്നതൻ തന്റെ ദിവ്യപുത്രൻ. ദാവീദിൻ സിംഹാസനാരൂഢനായിടും പൈതലിനേകുക യേശുനാമം. ശങ്കിച്ചു കന്യക ദൂതനോടാരാഞ്ഞു, എങ്ങനെ ഈ വിധം സംഭവിക്കും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവു നിൻ ഗർഭത്തിൽ വന്ന് അവനാവസിക്കും. മറിയം മൊഴിഞ്ഞിതാ, കർത്താവിൻ ദാസി, നിൻ വചനങ്ങളെന്നിൽ നിറവേറട്ടെ. എന്നിട്ട് തന്റെ രാജ്യത്തിലെ ജനമെല്ലാം ജനസംഖ്യാ കണക്കിൽ പേരെഴുതിക്കണമെന്ന് അഗസ്തോസ് കൈസർ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് യോസഫ് ഗർഭിണിയായ ഭാര്യയും കൂട്ടി പേരെഴുതിക്കാൻ ബേത്ലഹേം എന്ന പട്ടണത്തിലേക്ക് പോയി. ഏറെ വൈകിയെത്തിയ അവർ ഒരിടം തേടി നടക്കുകയാണ്.
കൂട്ടി വിളിക്കുന്നു വീട്ടുകാരെ. നസ്രത്തിൽ നിന്നു പേരുകൾ ചാർത്തുവാൻ വന്നവർ ഞാനും എൻ പ്രേയസിയും. സത്രക്കാരെ ഇന്നു തലയൊന്നു ചായ്ക്കുവാൻ അല്പമിടം ഞങ്ങൾ കേടിടുമോ? ദൂരത്തു നിന്നിന്നു വൈകി വരുന്നൊരു യാത്രക്കാർ മുട്ടി വിളിക്കുന്നിതാ. സത്രം നിറഞ്ഞു പോയി, വാതിലടച്ചു പോയി, മറ്റാർക്കും നൽകാനിടമില്ലേ? ക്ഷീണിച്ചുറങ്ങുന്ന പാന്തർക്കുരാത്രിയിൽ ശല്യമായി തീരാതെ പൊയ്ക്കൊള്ളുവിൻ. മഞ്ഞും തണുപ്പും നിറഞ്ഞൊരീ രാത്രിയിൽ പാർപ്പിടം തേടി നാം ഇങ്ങു പോകും. മഞ്ഞല വീശുമാക്കുന്നിൻ ചരിവിലെ പുൽമാടം നമ്മെ വിളിക്കയാവാം. ആ തണുത്ത രാത്രിയിൽ അവരെന്ത് ചെയ്തു? അവർക്ക് സ്ഥലം ലഭിച്ചോ? നടന്ന് നടന്ന് അവശരായി അവർക്ക് ആരും ഇടം കൊടുത്തില്ല. ഒടുവിൽ ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ അവർക്ക് അഭയം ലഭിച്ചു. ലോകമുറങ്ങുന്ന ആ സുന്ദര രാത്രിയിൽ യേശുനാഥൻ പിറന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പൊ ഉണ്ണി യേശു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് അല്ലേ? അതെ, കാലിത്തൊഴുത്തിൽ എളിയവനായി ജനിച്ചു എങ്കിലും ആ ജനന വാർത്ത അറിഞ്ഞ് പൗരസ്ത്യദേശത്തു നിന്നും രാജാക്കന്മാർ കാഴ്ചകളുമായി എത്തി. ഒപ്പം ആ പ്രദേശത്തു നിന്നുള്ള ആട്ടിടയന്മാരും എത്തി ഉണ്ണിയെ വന്ദിക്കുവാൻ.
ഉണ്ണി പിറന്നു ഈ മണ്ണിൽ മനുജനു ശാന്തിയാ. വനവൃന്ദം മേഘരാജിയിൽ പാടി വരുന്നിതാ. മനുജനു സുവാർത്തയായി വലിയൊരു സന്തോഷമായി ജാതനായി ഭൂവിൽ ദൈവപുത്രൻ രക്ഷാ സന്ദേശമായി. രാജാക്കന്മാർ പൊൻകാഴ്ചകൾ നൽകി മോദാൻ വിണ്ണിൻ പൊന്നുണ്ണിയെ കൈകൂപ്പി വണങ്ങുന്നു. കീർത്തനധാരയിൽ ഭൂതല സീമകൾ കോരിത്തരിച്ചിന്നു നിൽക്കുന്നു. മനുജനു സുവാർത്തയായി വലിയൊരു സന്തോഷമായി ജാതനായി ഭൂവിൽ ദൈവപുത്രൻ രക്ഷാ സന്ദേശമായി. Kings and shepherds, so wonderful. രാജാക്കന്മാരോടൊപ്പം മാലാഖമാരും എത്തി ഉണ്ണിയെ ആരാധിക്കുവാൻ, താരാട്ട് പാടി ഉറക്കുവാൻ. തിരുപ്പിറവിയുടെ ഓർമ്മ ലോകമെമ്പാടും ഇന്നും പല വിധത്തിൽ ആഘോഷിക്കുന്നു. അങ്കിൾ സാന്റ നല്ല രസമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? തീർച്ചയായും. യേശുരാജൻ ബത്ലഹേമിൽ പൂജാതനായി. പ്രവാചകന്മാർ പണ്ടേ പ്രവചിച്ച വചനമെന്ന്
Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank, misfortune seemed his lot. He got in